ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കേരള ബ്രദേഴ്സിലേക്ക് സ്വാഗതം. നാസി വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. നാസി അങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത്, അല്ലെങ്കിൽ നാസിയുടെ സംസാരം നിങ്ങൾക്ക് അറിയാമല്ലോ, നിർത്തുന്ന സംസാരമൊന്നും അല്ല. അപ്പോൾ നമ്മളാണെങ്കിൽ എന്ത് പറയാനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് പേർക്ക് ഭയങ്കര ഡൗട്ടുള്ളൊരു കാര്യവും ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമായിരുന്നു. നമ്മൾ എപ്പോഴും യൂട്യൂബിൽ മാത്രം വീഡിയോ ഇട്ട് നടക്കുന്നത്, യൂട്യൂബിൽ നിന്ന് സമ്പാദിക്കുന്നു, വേറൊന്നും ചെയ്യുന്നില്ല, മേലനങ്ങാതിരിക്കുകയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ നാസിയും കൂടെ വിചാരിച്ചു, എന്നാൽ പിന്നെ അങ്ങനെ മേലനങ്ങാതിരിക്കുന്നു. നാസിക്ക് മേലനങ്ങിയുള്ള പണിയുണ്ട്, ഉറക്കം പോലും കളഞ്ഞിട്ടാണ് നാസിയുടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കും കൂടെ എന്തെങ്കിലും ഒരു വർക്ക് ആവണമല്ലോ. പണി കൊടുക്കാന്ന് വിചാരിച്ചു. ഓൾറെഡി മേലനങ്ങാതിരുന്നുള്ള പണി ചെയ്ത് ഉറക്കം ഇല്ലാതിരിക്കും. മേലനങ്ങിയുള്ള പണിയും കൂടെ ചെയ്ത് ഉറക്കം കളയാം നമുക്ക്. അതെ, മേലനങ്ങാതിരുന്ന് പണി ചെയ്ത് ഇപ്പൊ ഉറക്കം ഇല്ല. അപ്പൊ ഇനി ഒന്ന് മേലനങ്ങി ഉറക്കാം. അപ്പോ നമ്മളാണെങ്കിൽ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം വളരെ ചെറിയ രീതിയിലാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഭാവിയിൽ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഫസ്റ്റ് തോന്നുന്നു അത് അങ്ങനെ ഉണ്ടെന്ന് സക്സസ് ആവുകയാണെങ്കിൽ നമ്മളത് വലിയ രീതിയിലോട്ട് ചെയ്യും. അതെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതിന്റെ ഒരു ആവശ്യത്തിനായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഞങ്ങൾ ഇന്ന് കുറേ എടുത്ത് പോകാനുണ്ടായിരുന്നു, കുറേ ആൾക്കാരെ കാണാനുണ്ടായിരുന്നു, കുറേ എടുത്ത് പോയി കാര്യങ്ങൾ സംസാരിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ പോയി ഒരുപാട് കാണാനുണ്ട്. അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും നമുക്ക് അറിയണമായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് നാളായിട്ട് തുടങ്ങി. ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ തൊട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പല ഡൗട്ട് ചെയ്യുന്നത്, നമുക്ക് ഒന്നാമത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ടൈം കിട്ടുന്നില്ല. പിന്നെ ഇതും അതും കൂടെ ടൈമിനൊത്ത് പോവോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു കൂടുതലും. അപ്പോൾ ഇപ്പം ഞങ്ങൾ എന്തായാലും വിചാരിച്ച്, എന്തായാലും നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടി ജനിച്ചവരാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതാണ് നമ്മൾ വിചാരിച്ചത്. എന്തായാലും ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതനുസരിച്ചാണ് ഞങ്ങൾ അങ്ങ് ഇറങ്ങി, രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയാണ്. ശ്രമിച്ച് നോക്കാം. സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളത് പിന്നീടുള്ള കാര്യം. നമുക്ക് എന്തായാലും ഇപ്പം തൽക്കാലം ശ്രമിച്ച് നോക്കാം. വിജയിക്കും എന്ന് എനിക്കൊരു പൂർണ്ണമായ വിശ്വാസമുണ്ട്. എൻ്റെ കൂടെ എല്ലാത്തിനും നാസി നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ചേർന്ന് ഇതെന്തായാലും തുടങ്ങാമെന്ന് വിചാരിച്ചു. ബിസിനസ് എന്താണെന്നൊന്നും ഇപ്പം ഞങ്ങൾ പറയുന്നില്ല കേട്ടോ. നമുക്കാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ല, ചെറിയ രീതിയിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടുള്ളൊരു വിജയിക്കില്ല, നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാനല്ലേ. അതെ, അപ്പൊ അതൊന്ന് കൺഫേം ആയാലേ നമുക്കൊന്ന് പറയാൻ പറ്റും. തിരക്കി അന്വേഷിച്ച സാധനം ഒന്നും നമ്മുടെ കയ്യിലോട്ടൊന്നും ഒന്നും ആയിട്ടില്ല. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കറക്റ്റായിട്ടുള്ള എല്ലാം കിട്ടിയതിനു ശേഷം നമ്മൾ പറയാം. അതൊക്കെ കുറച്ച് ബെറ്റർ. ആളുകൾ എവിടെ നിന്നൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരണ്ടേ. ഒന്നും ആയിട്ടില്ല അല്ലേ. നമ്മളിപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ പോയി സംസാരിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ആൾക്കാരെയും പോയി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞങ്ങൾ അതിൻ്റെ ഉള്ള അഡ്വാൻസും കാര്യങ്ങളും കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഐഡിയ ഇട്ടപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ബിസിനസ്സിനുള്ള അതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഞങ്ങളിനി കുറേശ്ശെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. എന്തായാലും ഒരു കച്ചവടം തുടങ്ങാം എന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ്. താമസിക്കാതെ എന്തായാലും തുടങ്ങും, ഉറപ്പാണ്. ആ ഒരു കാര്യം എന്തായാലും ഇല്ല. നമ്മൾ വണ്ടി എടുത്ത സമയത്ത് ഇതുപോലെ കമൻറ്റ് വന്നായിരുന്നു, താമസിച്ചപ്പോഴത്തേക്ക് വണ്ടി എടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ട്, എന്നിട്ട് ഇതുവരെ എടുത്തില്ലല്ലോ. പക്ഷെ നമുക്ക് വണ്ടി ആദ്യം നമ്മൾ വണ്ടി എടുക്കാൻ പോയപ്പോൾ വീഡിയോ തന്നെ ആദ്യത്തെ കണ്ട വണ്ടി 100 ആയിരുന്നു. പക്ഷെ ഓടിച്ച് നോക്കിയപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അത് പറ്റുന്നില്ല. 2 പേർ കൂടി ഇരുന്ന് ലോങ് പോകാനൊന്നും ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ യാത്രയ്ക്ക് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയാണ് ഞങ്ങൾ ആകെപ്പാട് കൺഫ്യൂഷനായി. വീഡിയോ ഇട്ടുമ്പോൾ നമുക്ക് ആ വണ്ടി പറ്റുന്നതുമില്ല. പിന്നെ നടന്നങ്ങ് എല്ലാ ഷോറൂമിലും കയറി. അതുപോലെ ഇപ്പോഴും ഞങ്ങൾ തുടങ്ങിയപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു ഐഡിയ വന്നപ്പോൾ തന്നെ ഞങ്ങൾ എവിടെയെല്ലാം കയറാൻ പറ്റുമോ അവിടെ എല്ലാം ഞങ്ങൾ കയറി തിരക്കി കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് കംഫർട്ടാണ്, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന ആ ഒരു ഭാഗത്തെത്തുമ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തെടുക്കും. അതുവരെ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കും. നമ്മളിപ്പം പൈസ ഇറക്കി ചെയ്യുമല്ലേ, അപ്പം നമ്മളാണെങ്കിൽ എല്ലാ വഴിയും നമ്മൾ അന്വേഷിക്കണം, എല്ലാ വഴിയും നമ്മൾ കാണണമല്ലോ, നോക്കണമല്ലോ. അതുകൊണ്ട് ഉറക്കം വന്നില്ലെങ്കിൽ അത് നിങ്ങൾ അപ്പോൾ എന്തായാലും മേലനങ്ങി പണിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ചങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ബിസിനസ്സും കാര്യം എന്തൊക്കെയാണ് നമ്മൾ തുടങ്ങാൻ പോണേ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ വഴിയെ പറയാം കേട്ടോ. വലിയ എമൗണ്ട് ഒന്നും ആവുന്ന കാര്യമല്ല, ചെറിയ രീതിയിൽ നമുക്കൊരു പരീക്ഷണം കേട്ടോ. നമ്മൾ
എന്തോന്നായിട്ട് ചെയ്ത് നോക്കുന്നത്. അത് വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം വേറൊരു വീഡിയോക്ക് അതല്ലോ. അതെ, അത് തുടങ്ങി കഴിയുമ്പോഴത്തേക്കെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും നിങ്ങളെ നമ്മൾ അറിയിച്ചിരിക്കും. നിങ്ങളെ അറിയിക്കാതെ നമ്മൾ ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ നിങ്ങളെ അറിയിക്കാതെ ഒന്നും ചെയ്യത്തില്ല. കാരണം നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം പങ്കുകൊള്ളുന്ന ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സന്തോഷം വന്നാലും നിങ്ങളെ അറിയിക്കും, സങ്കടം വന്നാലും നിങ്ങളെ അറിയിക്കും. നമ്മുടെ കൂടെ എല്ലാത്തിനും നിൽക്കുന്നതാണ് നിങ്ങൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ എന്ത് ചെയ്താലും ഒന്ന് നിങ്ങളെ അറിയിച്ച് തന്നെ ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് എന്തായാലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പം ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ കൂടെ നിൽക്കുക, നമ്മുടെ വീഡിയോസും കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുക, നമ്മൾ തുടങ്ങാൻ പോകുന്ന കച്ചവടത്തിന് സപ്പോർട്ട് ചെയ്യുക. നെഗറ്റീവ് കമന്റ് ഇടുന്നവര് പെട്ടെന്ന് കയറി നോക്കി ഇടാനുള്ള അവര് വിട്ടുപോണ്ട, അവരെ പറയാം. അപ്പോൾ കൂട്ടുകാരെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. ബൈ.